വൈകുന്നേര സമയമായപ്പോൾ ഇങ്ങനെ ഇരിക്കുവായിരുന്നു കേട്ടോ. കുറച്ച് അങ്ങനെ ഇങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നെ വെറുതെ ഇരിക്കുകയല്ലേ, അതങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചിട്ട് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുവാണ് കേട്ടോ. ആണെങ്കിൽ ഷൂലൊക്കെ ചെളിയാന്ന് പറഞ്ഞിട്ട് അതൊക്കെ കൂടെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. ഞാൻ രാവിലെ എല്ലാം അടിച്ചു വാരി തുടച്ചതാണെങ്കിൽ പിന്നെയും പൊടിയൊക്കെ പറന്നിട്ട് ഇങ്ങനെ ആയേക്കുവാണേ. എന്നാൽ അതൊക്കെ ഒന്നും കൂടി അടിച്ചു വാരി വൃത്തിയാക്കാന്ന് വിചാരിച്ച് ഈ മുറ്റത്ത് പ്ലാവും മാവും ഒക്കെ ഉള്ളത് കൊണ്ട് നിറയെ ഇലയൊക്കെ ഇങ്ങനെ വീഴും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാന്ന് ഓർത്തുകൊണ്ട് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിക്കുട്ടൻ വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട്. ഇവൻ എന്തിനാണ് ഇങ്ങനെ വിളിക്കണേന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ അപ്പം നമുക്ക് ചായയും പോപ്കോണും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നാൽ പണി തീർത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. വേഗം വാ വേഗം വാ, തണുത്തു പോകുന്നു പറഞ്ഞുകൊണ്ട് ഒരേ വിളിയാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ പോപ്കോണും ചായയും സോസൊക്കെ ആക്കിയിട്ട് അവൻ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അത് കൊണ്ടുവന്ന് തന്നപ്പോൾ ആ ചട്ടിക്ക് ചൂടാന്ന് ഞാൻ വിചാരിച്ചില്ല. അതുണ്ടാക്കിയ ചട്ടിയോട് കൂടിയിട്ട് തന്നെയാണ് കൊണ്ടു തന്നത്. ഞാൻ അത് കൊണ്ടുവന്ന് എൻ്റെ കാലയിലേക്ക് ഒരു വെക്കൽ, കാലിൻ്റെ കവയൊക്കെ പൊള്ളിപ്പോയി. എന്താ പറയുക, അതൊട്ട് അവൻ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്കും ചെയ്യണേ.